ഓക്കെ ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് സർവൈവൽ സീരീസിൻ്റെ. എൻ്റെ പേര് ജിമ്മി. ഞാനിന്ന് കളിക്കാൻ വന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ജാവ എഡിഷനാണ്. അപ്പം ഇതിൻ്റെ പേരെന്ന് പറയുന്നത്, ഇതിൻ്റെ വേൾഡ് എന്തായാലും ഞാൻ ലാസ്റ്റ് തരുന്നതായിരിക്കും. ഈ വേൾഡ് ഞാൻ 200 എപ്പിസോഡ് ചെയ്യാമെന്നാണ് എൻ്റെ താല്പര്യം. 200 എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയ്ക്ക് സീനം ഉണ്ടാവില്ല. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ട്രാവൽ ചെയ്യാം. നമുക്ക് മാക്സിമം ട്രാവൽ ചെയ്യണം, മൈൻഡ് ചെയ്യണം. ഈ എപ്പിസോഡിൻ്റെ തമ്പ്നെയിൽ കണ്ടവർക്ക് മനസ്സിലായി കാണും ഞാൻ ഇന്ന് എന്താണ് ചെയ്യാൻ പോണേന്ന്. നമുക്ക് ആദ്യം തന്നെ വുഡ് കളക്ട് ചെയ്യണം. ഓക്കെ, ന്യൂ റെസിപ്പീസൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് റെസിപ്പി ബുക്ക് മുമ്പ് നോക്കാം, മുമ്പല്ല കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും ഈ എപ്പിസോഡിൽ ഞാൻ വീട് കെട്ടാൻ മാക്സിമം ശ്രമിക്കാം. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്താലേ 200 എപ്പിസോഡ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഈ മലയുടെ സൈഡിലൊക്കെ വീട് കെട്ടണതാണ് കുറച്ചും കൂടി നല്ലത്. കാരണമെന്ന് പറയുന്നത് വീട് പെട്ടെന്ന് കാണാൻ പറ്റൂല. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പുറത്തെ സൈഡിൽ സീ ഉണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡ് നോക്കാം. ഇപ്പുറത്തെ സൈഡിൽ അത്രയ്ക്ക് കിട്ടൂല. അല്ലെങ്കിൽ നമ്മൾ നേരെ കാണുന്ന സൈഡ് അങ്ങോട്ട് ട്രാവൽ ചെയ്യണം. എന്തായാലും നമുക്ക് നോക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഫ്രണ്ട്സ്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ ട്രീ ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ട്രീ ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് വീട് കെട്ടേണ്ട ആവശ്യം വരും. അപ്പം നമുക്ക് ഇങ്ങോട്ടൊക്കെ അടുത്ത് വരുന്ന എപ്പിസോഡിൽ ട്രാവൽ ചെയ്യേണ്ടി ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ കാണാം നമുക്ക്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താലേ അടുത്ത എപ്പിസോഡ് വരുള്ളൂ. ഓക്കെ, ഇവിടെ കുറേ വസ്തുക്കളുണ്ട്. വസ്തുക്കൾ മീൻസ് ഒബ്ജക്ട്സ് ഉണ്ട്. അതായത് ഇവിടെ സൈഡിൽ തന്നെ കോള് നിങ്ങൾക്ക് കാണാം. കുറേ മരം പൊട്ടിയൊക്കെ ഇരിക്കുന്നു ഫ്രണ്ട്സ്. ഒരു ഡൗട്ട് അത്രയ്ക്കുണ്ട്. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആരും വരാനൊന്നും പോകണില്ല. എന്നാലും നമുക്ക് ട്രാവൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ മലയുടെ താഴെ കൂടി പോയിട്ട് ഫ്രണ്ട്സ് കോളൊക്കെ നിങ്ങൾ സൈഡിൽ കണ്ട്, കോള് അയൺ. നമുക്കിതാ ഇവിടെയൊക്കെ മരം കെട്ടാം. മരമല്ല, വീട് കെട്ടാം. ഓക്കെ, ഇവിടെ നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. പുതിയ റെസിപ്പീസൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതാ ഈ ഏരിയയിലോട്ടൊന്ന് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ വുഡൻ പിക്കാക്സ് ഉണ്ടാക്കണം. ആദ്യം സ്റ്റിക്ക് ഉണ്ടാക്കിയാലേ വുഡൻ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിക്കാക്സും വേണം, ആക്സും വേണം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, പിക്കാക്സും ആക്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് പിക്കാക്സ് എടുത്തിട്ട് നമുക്ക് ആടിനെ തന്നെ ആദ്യം കൊല്ലണം. ആടിനെ കൊന്നാലേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ചെന്നപ്പോൾ തന്നെ 2 ആട് തന്നെ നമ്മളെ കയ്യിലകത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മൾ 1ാമത്തെ ആടിനെ കൊന്നു. അടുത്തത് നമുക്ക് 2ാമത്തെ ആടിനെ കൊല്ലാം. 2ാമത്തെ ആടിനെ ഗുഹയിലകത്തിട്ട് കൊന്നു നമ്മൾ. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഏരിയ നമുക്ക് മൈനിങ് ഏരിയ ആക്കാം. അടുത്ത എപ്പിസോഡിൽ ഇതായിരിക്കും നമ്മുടെ മൈനിങ് ഏരിയ. ഓക്കെ, നമുക്ക് ട്രാവൽ ചെയ്യാൻ. താഴെ കുറേ കേവൊക്കെ ഉണ്ട്. 3ാമത്തെ ആട് നേരത്തെ നമ്മൾ കണ്ടു, താഴോട്ട് ഇറങ്ങിയപ്പം കണ്ട ആടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ആടിനെയും കൂടി കൊന്നാൽ പിന്നെ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അവിടെ അത്രയും വെട്ടി വൃത്തിയാക്കുകയാണ് ചെയ്യണം. ആടിനെ കൊല്ലാൻ വന്നിട്ട് ഞാൻ വെട്ടി വൃത്തിയാക്കുന്നു ഈ ഏരിയ. എന്തായാലും അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം വരും. ഇവിടെയൊക്കെ ഒരു സിറ്റി ആകുമ്പം അതും നമ്മളെ സർവൈവൽ സീരീസിൽ. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് ചെല്ലണം. നമുക്ക് ഫ്രണ്ടിൽ തന്നെ, വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മരമുണ്ട് ഫ്രണ്ട്സ്. ഈ സോറി ഫ്രണ്ട്സ്, മരം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട് ഭയങ്കര വൃത്തിയായിട്ടും വിസിബിളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, മരത്തിൻ്റെ തടി മാത്രം വെട്ടിയാൽ ഇപ്പോഴത്തെ അപ്ഡേഷനിൽ മരം വെട്ടിയാലും ഈ നമ്മുടെ ഗ്രാസൊക്കെ അങ്ങ് പോകും. ഗ്രാസ് മീൻസ് നമ്മൾ ഈ സൈഡിൽ ഇരിക്കുന്ന ഇല അത്രയും പോകും. ഓക്കെ, നമുക്ക് ഈ മരം മൊത്തം വെട്ടാം. മീൻസ് വുഡ് മൊത്തം വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം. എന്നാലും കുറച്ചും കൂടി നമ്മളൊരു നമുക്ക് ഇതെല്ലാം കൂടി വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും പിക്കാക്സ് ചാവാറായി. പിക്കാക്സ് കളഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പം നിങ്ങൾ കണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മൾ തനിയെ അത് മാനി പോകുന്നത് ഗ്രാസ് കണ്ടല്ലേ. അപ്പം ഇതുപോലെ പോവും. നമുക്കപ്പം മാറിയിട്ട് നമ്മളെ ജോലി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കെന്തായാലും വീണ്ടും പിക്കാക്സ് ഉണ്ടാക്കേണ്ട ആവശ്യം വരും. ഓക്കെ, നമുക്ക് ബെഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് ബെഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതത്രയും പിക്കാക്സ് ഇട്ട് പൊട്ടിക്കാം. പിക്കാക്സ് എന്തായാലും ഇപ്പം ഡെഡാവും. അതിന് മുമ്പ് നമുക്ക് ചെയ്യാം. അഡ്വാൻസ്മെൻറ്റ് നമ്മൾ മേഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ ഏജിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിക്കാക്സ് അങ്ങനെ പോയി. ഇനി നമുക്ക്
കൈവച്ച് എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കണം. ആദ്യം നമുക്ക് ഈ ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റാം. ഒരു വൃത്തിക്ക് നമുക്ക് ഈ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് കുറച്ച് കളക്ട് ചെയ്ത് വയ്ക്കാം. നമുക്കിനി വീട്ടിൻ്റെ അകത്ത് വല്ല ഫാം ഉണ്ടാക്കാൻ എനിക്ക് ആവശ്യം വരുമല്ലോ. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ ഫ്രണ്ട്സ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിരിക്കും. സൈഡിലത്തെയും ഓക്കെ, ഈ സൈഡിലത്തെയും വെട്ടണം, ആ സൈഡിലത്തെയും വെട്ടാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ വീണ്ടും ഓക്ക് വെച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്തിട്ട് ഓക്കെ, നമുക്ക് വീണ്ടും സ്റ്റോണുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഇത് ആവശ്യമുണ്ട് ഫ്രണ്ട്സ്. മീൻസ് സ്റ്റിക്ക് ആവശ്യമുണ്ട്. സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സ്റ്റിക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ഓക്കെ, എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റോൺ ഏജിൽ കിട്ടിയ പോലത്തെ സ്റ്റോൺ വെച്ചിട്ടുള്ള പിക്കാക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ച് നാളും കൂടി നീണ്ടു വയ്ക്കും. കുറച്ച് നാളല്ല, കുറച്ച് മിനിറ്റും കൂടി നീണ്ടു വയ്ക്കും. ഇത് വെച്ചിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് വീടുണ്ടാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ബ്ലോക്കൊക്കെ വെട്ടിയിട്ട് വേണം നമുക്ക് വീടിൻ്റെ അകത്തുള്ള സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടി. നമുക്ക് എന്തായാലും പൊട്ടിക്കാം. ഓക്കെ, ഫ്രണ്ടിലെ ഗ്രാസൊക്കെ ഉണ്ട്, അതൊക്കെ വെട്ടിക്കളയണം. നമുക്കൊരു ഇതാണ് നമ്മളെ ഏരിയ ആയിട്ടെന്ന് പറയുന്നത്. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ കുറച്ച് കണ്ട് പൊട്ടിക്കാം. നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തിട്ടായിരിക്കണം ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടൊക്കെ അടയ്ക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, നമ്മൾ മാക്സിമം റോക്ക് കളക്ട് ചെയ്യണം. റോക്ക് മീൻസ് സ്റ്റോൺ കളക്ട് ചെയ്യണം. അപ്പം ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഭയങ്കര പാട്, സ്റ്റോണായതുകൊണ്ട് പതുക്കെ പെട്ടോളൂ. നമ്മൾ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളക്ട് ചെയ്തു. ചെടിയൊക്കെ എന്തായാലും കുറച്ച് നേരം ആവശ്യം വരും. നമുക്ക് കളർ കൊടുക്കാൻ വേണ്ടി കുറച്ച് നാൾ കഴിയുമ്പം, കുറച്ച് എപ്പിസോഡ് കഴിയുമ്പോൾ ആവശ്യം വരും. നമുക്ക് ബെഡ് ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇത് മറയ്ക്കണം. അതിന് നമുക്ക് സ്റ്റോൺ തന്നെ ആവശ്യം വരും. ഓക്കെ, സ്റ്റോൺ വെച്ചിട്ട് മറയ്ക്കുകയാണ്. അപ്പോൾ സ്റ്റോൺ വെച്ചിട്ട് നമുക്കിവിടെ ഡോർ ആവശ്യം വരും. സ്റ്റിക്ക് മതിയും, ഇതിനൊക്കെ സ്റ്റിക്ക് മതി. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വീട് നമുക്ക് അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കോള് കളക്ട് ചെയ്യണം. കോളൊക്കെ ആവശ്യമുണ്ട് നമുക്ക്. അപ്പം കോള് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് നമ്മൾ നേരത്തെ കോള് കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. കുറച്ച് അങ്ങോട്ടാക്കാം. ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യും. ഇവിടെ നിന്ന് ചാടി, ഇവിടെ നിന്ന് ചാടിയതോ അവിടെ കോളുണ്ട്. ഈ കോള് കളക്ട് ചെയ്താൽ ഒരു സ്റ്റിക്കും കോളും ഉണ്ടെങ്കിൽ നമുക്ക് 4 ടോർച്ച് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, നമുക്ക് കോള് കളക്ട് ചെയ്യാതോ നമുക്ക് അത്യാവശ്യം 4 എണ്ണം ഇല്ല, ഒരു 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് 6 എണ്ണം കിട്ടി. നമുക്കിനി ടോർച്ച്, ഓക്കെ, ടോർച്ച് കിട്ടാറായി. നമുക്കിനി കുറച്ച് സ്റ്റിക്കും കൂടി ആവശ്യം വരും. എന്നാലും നമുക്ക് നല്ല മാക്സിമം ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വീടിൻ്റെ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അപ്പം ടോർച്ച് നമുക്ക് പ്ലേസ് ചെയ്യാം. വീടിൻ്റെ അനുഗ്രഹം ടോർച്ചാണ്. അപ്പോൾ വീടിൻ്റെ അനുഗ്രഹമായിട്ട് ടോർച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഡോർ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് ഡോറ് പ്ലേസ് ചെയ്യാം. ഓക്ക് ഡോറ് പ്ലേസ് ചെയ്യണം. ഓക്കെ, കോള് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്ക് ഡോർ പ്ലേസ് ചെയ്തിട്ട് ഇതിന് ചെസ്റ്റാണ് ആവശ്യം. ഓക്കെ, ചെസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം. വീടിൻ്റെ വെളിയിൽ നിന്ന് കാണുന്ന ലുക്കായിരിക്കില്ല ഫ്രണ്ട്സ്, വീട്ടിൻ്റെ അകത്തുനിന്ന് കാണുമ്പോൾ ഇത്തിരി വ്യത്യാസമൊക്കെ കാണും. ചെസ്റ്റ് ഈ ഏരിയ പ്ലേസ് ചെയ്യണം. നമ്മളതിൽ പിക്കാക്സ് ഉണ്ട് നമുക്കും. അപ്പം കുറച്ച് വീടിൻ്റെ അകത്തോട്ട് വേണം. നമ്മൾ വീട് ഇത്രേ ആയുള്ളൂ. ഇനി എന്തായാലും ആവശ്യം വരും വീട് കെട്ടാൻ. ഓക്കെ, നമുക്കിനി ഓപ്ഷൻസ് നോർമലാക്കണം. ഡിഫിക്കൽട്ടി ഈസിയിലാണ് കിടന്നത്, ഇപ്പം നോർമലാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ടോർച്ച് അത്യാവശ്യം ഉണ്ട്. നമുക്കിനി വീടിൻ്റെ അകത്ത് പോയിട്ട് സോഡ് വേണം. സോഡ്, ഓക്കെ, നമുക്ക് സ്റ്റോൺ സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ട്രാവൽ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഹണ്ടിങ്ങിന് ഇറങ്ങാം. കണ്ടോ ഫ്രണ്ട്സ്, ആ മരം മൊത്തത്തോടെ പോയി. നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് താഴെ മൈനിങ്ങിനൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് ട്രാവൽ ചെയ്യാം. നമ്മൾ രാത്രിയത്തെ അവസ്ഥ നമ്മൾ നോക്കണ്ട. കാരണം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ബെഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് താഴോട്ട് കുറേ ആടുകളുണ്ട്. ഈ ആടിനെയൊക്കെ കൊന്നാൽ പിന്നെ നമുക്ക് ഇനിയും ബെഡ് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഈ ആടിനെയൊക്കെ കൊന്ന് ഈ ആടിനെ മീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമുക്ക് ആഹാരം കഴിക്കാൻ അത്യാവശ്യമാണ്. ഓക്കെ, നമ്മൾ മാക്സിമം ആടിനെയും കളക്ട് ചെയ്തിട്ട് അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാക്കി. ഒന്നേ കിടക്കണേ ഉള്ളൂ. നമ്മൾ 0-ൽ നിന്ന് 1-ലോട്ടായി. ഇനി നമുക്ക് 2 ആവണം. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താലേ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു 10 അടിക്കണം. അടുത്ത എപ്പിസോഡിൽ എന്നാൽ നമ്മൾ അടുത്ത എപ്പിസോഡിൽ 10 അടിക്കണമെങ്കിൽ നമ്മൾ മൈനിങ്ങിന് ഇറങ്ങിയാലേ അടുത്ത എപ്പിസോഡിൽ 10 അടിക്കാൻ പറ്റും ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് തിരിച്ച് പോവാം. നമ്മളെ വീട് കറക്റ്റ് പെട്ടെന്ന് മറന്നു. എന്നാലും സീനില്ല. നമ്മൾ ഈ വീട് എന്തായാലും ഈ ഒരു സൈഡിലോട്ട് തന്നെയാണതോ. പില്ലർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കണ്ടല്ലോ, പില്ലർ മുകളിലുണ്ട്. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോവാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വീട്ടിൻ്റെ അകത്തുള്ള പണിയാണ് നമ്മൾ നോക്കേണ്ടത് ഫ്രണ്ട്സ്. സോഡ് നമ്മൾ മാറ്റി വെച്ച് നമ്മളെ വീട് ഇത്രയാൾ മണ്ടയിൽ ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചെസ്റ്റിലോട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ വൈറ്റ് ബോൾ മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ മീറ്റും മാറ്റി വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, കുറച്ച് മീറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, മീറ്റ് മാറ്റി റോ മട്ടൺ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി വീട് കുറച്ചും കൂടി മൈനിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഫുഡ് ചെയ്യാനുള്ളത് ആവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ് എൻ്റെ പേര് മറന്നു ഫ്രണ്ട്സ്. ഓക്കെ, സീനില്ല, നമുക്ക് അത് പ്ലേസ് ചെയ്യാം. അത് ഈ ഏരിയയിലോട്ട് പ്ലേസ് ചെയ്യാം. കുറച്ചും കൂടി അകത്തോട്ടിരിക്കട്ടെ. ഓവൺ പോലെ നമുക്ക് നമ്മൾ റോ മട്ടൺ ബിൽഡ് ചെയ്യാം. റോ മട്ടൺ ബിൽഡല്ല, നമുക്ക് റോ മട്ടൺ നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ സ്വീറ്റ് ഡ്രീംസ് നമ്മൾ അഡ്വാൻസ്മെൻറ്റ് മേഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ റോ മട്ടൺ ഫ്രൈ ആയി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആ റോ മട്ടൺ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി വീട്ടിൻ്റെ അകത്തുള്ള ബാക്കി പണി നോക്കണം. ആദ്യം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. നമ്മളെ കഴിക്കാനുള്ള അവസ്ഥയൊന്നായിട്ടില്ല, നമ്മളെ വയറെപ്പോഴും നിറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ബ്ലോക്ക് കളക്ട് ചെയ്യാനുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ നമ്മൾ ബ്ലോക്ക് കളക്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ടും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. ഇങ്ങനെ ബാക്കിലോട്ട് വന്നാൽ കുറച്ച് പിഗിനെയൊക്കെ കാണാം. ഈ പിഗിനെയൊക്കെ നമുക്ക് കൊല്ലണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം കളക്ട് ചെയ്യണം. സോഡ ആക്കിയിട്ടുണ്ട്. നമുക്ക് പിഗിനെ കൊന്നു. ഫസ്റ്റ് വെട്ടി തന്നെ തീർന്നത്. നേരത്തെ 2 വെട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ എപ്പിസോഡൊക്കെ വരും. നമ്മളെ സിറ്റിയൊക്കെ കളിക്കുന്ന എപ്പിസോഡൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ അതിൻ്റെ എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ മാക്സിമം മണ്ടയിലോട്ട് ട്രാവൽ ചെയ്യാം. നമ്മളിത്തിരി ട്രാവൽ ചെയ്യാൻ തന്നെ നമ്മൾ അടുത്ത് തന്നെയാണ്. ഈ മേഘമൊക്കെ ഉള്ളത് കണ്ടല്ലോ ഫ്രണ്ട്സ്, മേഘം തന്നെ നമ്മൾ അടുത്താണ്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ടോപ്പിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ ബ്ലോക്കൊക്കെ നമ്മളെ വീടിൻ്റെ അകത്ത് നമുക്ക് വെക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് മുകളിലോട്ട് ട്രാവൽ ചെയ്യാം ഫ്രണ്ട്സ്. ആദ്യം തന്നെ നമ്മളെ വീട്ടിൻ്റെ പണിയാണ് നമ്മൾ ആദ്യം നോക്കാനുള്ളത്. ഈ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് വീട് കെട്ടിയേ പറ്റുമോ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോവാം. ഇവിടെ തന്നെ കുറേ മൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് ആദ്യം കുറച്ച് വുഡൊക്കെ ആവശ്യമുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് വുഡിന് ആവശ്യമുണ്ട്. നമുക്ക് അപ്പോൾ ഈ മരമൊക്കെ വെട്ടിയെടുക്കണം ഫ്രണ്ട്സ്. നിങ്ങൾ ആ ക്രീപ്പറിൻ്റെ അല്ല സോംബിയുടെ സൗണ്ടൊക്കെ കേട്ടല്ലോ. നമുക്ക് വുഡ് കളക്ട് ചെയ്ത് നമ്മളെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട്സ്, നമ്മൾ പിഗിനെയും വന്ന് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ടായിരിക്കും നമ്മൾ ആ ബാക്കി പണിയൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഇടയിലാണ് വീട് നമുക്ക് കണ്ടാൽ തോന്നും, പക്ഷേ നല്ലൊരു ഓപ്പൺ സ്പേസിലാണ് ഫ്രണ്ട്സ്. ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ മലയുടെ മണ്ടയിൽ കൂടി, വീടിൻ്റെ മണ്ടയിൽ കൂടിയാണ് തിരിച്ചു വന്നത്. ഓക്കെ, നമുക്ക് ഇനി വീട്ടിൻ്റെ അകത്ത് കയറാം. ഓക്കെ, വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വീടിൻ്റെ പണി തീർക്കണം. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതെന്തായാലും നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ടോർച്ച് നമുക്ക് ആവശ്യം വരും. സ്റ്റിക്ക് നമുക്ക് കളക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഉണ്ട്. ട്രാപ്പ് ഡോറൊക്കെ ഉണ്ട്. എന്തായാലും 2 ട്രാപ്പ് ഡോർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വിൻഡോസായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ലാഡറുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ലാഡറിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. എന്നാലും ഇനി സാധനങ്ങളുണ്ടെങ്കിൽ ലാഡർ ആവശ്യം വരുള്ളൂ. ഓക്കെ, നമ്മൾ ഓക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റിക്ക് ആവശ്യമുണ്ട്. സ്റ്റിക്ക് കളക്ട് ചെയ്തിട്ടായിരിക്കണം നമുക്കിനി പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ടോർച്ച്. ഓക്കെ, നമ്മളൊരു ബോർഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ബോർഡ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കണം. നമ്മുടെ പേര് എഴുതിയിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കണം. ഓക്കെ, എന്തായാലും നമ്മൾ ഫസ്റ്റ് വീട് നമ്മളത് ചെയ്യാറായി. ഓക്കെ, നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പേര് പ്ലേസ് ചെയ്യാം. ഈ ഒരു ഇടത്തെ സൈഡിലായിട്ട് നമുക്ക് ജിമ്മീസ് ഹൗസ് എന്ന് പേരിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്കിനി വീട് കുറച്ചും കൂടി മൈനിങ് ചെയ്തിട്ട് ഒരു വലിയൊരു ഏരിയ ആയിട്ട് എടുക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്യാം. എന്തായാലും ഫ്രണ്ട്സ്, നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാമെന്നാണ് എൻ്റെ താല്പര്യം. പെട്ടെന്ന് തീർന്നാൽ പെട്ടെന്ന് എപ്പിസോഡ് തീരും. എന്തായാലും ഈ ഒരു എപ്പിസോഡ് 17-18 മിനിറ്റ് ലെങ്ത്ത് കാണുമെന്ന് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്ര മിനിറ്റ് മണ്ടയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അകത്തോട്ട് ബ്ലോക്ക് മൈനിങ് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡിലോട്ട് മൈനിങ് ചെയ്യണം. ഇപ്പം തീരും ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്ത എപ്പിസോഡ് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതായിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതായിരിക്കണം.